ഇപ്പം ഇന്ന് സോഷ്യൽ മീഡിയയിലെ ഏറ്റവും വലിയ ഒരു ചർച്ച എന്താണെന്ന് ചോദിച്ചാൽ, ഒരു മുർത്തതായി പോയ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയ ഒരാൾ, അയാൾ ഭയങ്കര മോട്ടിവേഷൻ സ്പീക്കറും ഭയങ്കര ഫാമിലി അഡ്വൈസറും കൗൺസിലറും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളായിരുന്നു. അപ്പോൾ അദ്ദേഹം ഭാര്യയുടെ തല അടിച്ച് പൊട്ടിച്ച് ഹോസ്പിറ്റലിലാക്കി കേസായ ഒരു സംഭവമാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ കാര്യമായ ചർച്ചയുള്ളത്. അപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ കുറേ ക്ലിപ്പുകളും ഫാമിലി അഡ്വൈസുകളും ഒക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞാൽ അതിലുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ, ഈ നാട്ടുകാർക്ക് മുഴുവനും കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരം പറഞ്ഞു കൊടുക്കുന്ന ആളാണ് ഭാര്യൻ്റെ തല അടിച്ച് പൊട്ടിച്ചിട്ട് ഹോസ്പിറ്റലിലായിട്ടുള്ളത്. ഇപ്പം എന്താണ് ഇപ്പോൾ ഇത് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്കിടയ്ക്ക് എന്താ അറിയോ, നമ്മുടെ കുടുംബ ജീവിതത്തെ ശക്തിപ്പെടുത്താനും അതിന് പ്രചോദനം നൽകുവാനുമുള്ള ഒരു 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 എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കണം. പീസ് റേഡിയോയിൽ നമ്മുടെ സ്നേഹക്കൂടാണെങ്കിലും ലൈവ് കൗൺസിലിംഗ് ആണെങ്കിലും ഒക്കെ അത് കേൾക്കുമ്പോൾ തരും. പലപ്പോഴും നമുക്ക് നമ്മളെ പറ്റിയാണെന്ന് പറയും. സാധാരണ റേഡിയോ കേൾക്കുന്ന ആൾക്കാരും അതേപോലെ നമ്മളെ പ്രസംഗങ്ങൾ ഹുത്തുബകൾ കേൾക്കുന്ന ആൾക്കാർ പറയും, ഇന്ന് നമ്മളെ പറ്റിയാണല്ലോ ഹുത്തുബ എന്ന് ചില ആൾക്കാർ മെസ്സേജ് ചെയ്യും. അപ്പോൾ സത്യത്തിൽ നമ്മളെന്താ വെച്ചാൽ ഒരാളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. അത് അങ്ങനെ ചിന്തിക്കണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫ്, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ പറയുന്നതൊക്കെ. അതൊക്കെ നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. ഭർത്താവും ഭാര്യയും തമ്മിൽ പരസ്പരം പെരുമാറുമ്പോഴും ബന്ധപ്പെടുമ്പോഴൊക്കെ എങ്ങനെ വേണം എന്നതിന് ചില പോയിന്റ്സ് നമുക്ക് ഓരോ ദിവസം കിട്ടുകയാണ്. ആ പോയിന്റ് പ്രായോഗികമാക്കാൻ അപ്പം തന്നെ സമയം കിട്ടുകയാണ്. മനസ്സിലേ? ഒരു ദേഷ്യം പിടിച്ച് ഭർത്താവിനോട് ദേഷ്യം പിടിച്ച് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഭാര്യയോട് ദേഷ്യം പിടിച്ച് നിൽക്കുമ്പോഴാണ് എങ്ങനെയാണ് ആ ദേഷ്യം ഉണ്ടായത്, എങ്ങനെയാണത് പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്നൊരു മാർഗനിർദ്ദേശം കിട്ടുമ്പോൾ അടുത്ത സെക്കൻഡിൽ അതിനൊരു പരിഹാരമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് സത്യത്തിൽ നമ്മൾ വളരെ ബോധപൂർവം റേഡിയോയെ ബന്ധപ്പെടുത്തുമ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടും.